ഇന്റർവെല് കഴിഞ്ഞ് കാണാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങളെന്ന് അറിയാം. അതുകൊണ്ട് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഈ വിജയം എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ഒരു തിയേറ്ററിൽ സിനിമ ഞാൻ ആദ്യം പറഞ്ഞ രാഗം തിയേറ്ററിലേക്ക് അതുവരെയും നമ്മൾ പുറത്തുനിന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുകയും കാര്യം എപ്പോഴും ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് എങ്ങനെ അവരെങ്ങനെ ആസ്വദിക്കും എന്നുള്ള അതിഭയങ്കരമായ ഒരു ടെൻഷൻ ഇപ്പോൾ റിലീസിന് മുമ്പുണ്ടാവും. പക്ഷേ ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഹൃദയപൂർവ്വം റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം മുതൽ ഇതിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ആവേശം ജനിപ്പിക്കുന്നതാണ്. പ്രധാനമായിട്ട് എനിക്ക് മോഹൻലാലും ഞാനും കൂടി ഒന്നിച്ചു വരുന്നു എന്നുള്ളതിനാണ് എൻ്റെ പ്രത്യേകതയും എൻ്റെ ഞാൻ പറയുമ്പോൾ പറയുന്നത് മോഹൻലാൽ കൂടെ ഉണ്ടെങ്കിൽ സിനിമ ഒരു ജോലിയല്ല ഒരു ആനന്ദമാണ്. ലാലിൻ്റെ കൂടെ നിങ്ങൾ കണ്ടല്ലോ, ലാലിൻ്റെ കൂടെ ഞാനും കെമിസ്ട്രി രസതന്ത്രം അതൊരു വല്ലാത്ത അനുഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബസിനിമയാണ്. കാരണം എൻ്റെ മകൻ അഖിലാണ് ഇതിൻ്റെ കഥ എഴുതിയത്. അഖിൽ സത്യൻ എൻ്റെ മറ്റൊരു മകൻ ട്വിൻസാണ് അനൂപ് സത്യനാണ് ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടും ഇതിൻ്റെ ഫൈനൽ എഡിറ്റിംഗ് എല്ലാം അനുഭവമാണ്. ഈ എഡിറ്റിങ്ങിൻ്റെയും അനുഭവിൻ്റെയും രണ്ടുപേരുടെയും ഉള്ള ഒരു വീക്കിലുണ്ട്. ഇവരുടെ മൂത്ത ഒരാൾ ഇവരുടെ ചേട്ടനാണ് അരുൺ. അവനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കും ഏറ്റവും വലിയ ഉപദേശകനും അരുണാണ്. അപ്പോൾ അവനും വന്നിട്ട് എല്ലാവരും കൂടി സുനിലിൻ്റെ സ്നേഹപൂർവ്വമായ ക്ഷണം സ്വീകരിച്ചോടെത്തി ഒരു വലിയ വിജയമായി മാറുന്നു എന്നുള്ള ഫീഡ്ബാക്ക് എന്നെ കിട്ടുന്നത് വലിയ സന്തോഷം. എല്ലാവർക്കും നന്ദി. സംഗീതരോട് എല്ലാവർക്കും ഇഷ്ടായോ? ഭയങ്കര സന്തോഷം. എല്ലാരും സെക്കൻഡ് ഹാഫ് കാണുക. ഇതിന്റെക്കാൾ ചിരി ഉണ്ടാവും. നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാം. ഇന്ന് സുഖമായിട്ട് ഉറങ്ങാം. താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ഓണം. ഫാൻസ് അസോസിയേഷൻ തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ സംഗീതിന് കൊടുത്തിട്ട് നമുക്ക് കേക്ക് കെട്ടി പിരിയാം. ഞങ്ങളുടെ താങ്ക് യു ഓക്കെ ഹൃദയപൂർവ്വം ചെറിയ പ്രശ്നം കണ്ട മതിയാ. സന്തോഷം